പാലക്കാട് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് കെ മുരളീധരൻ വരുമോ എന്നുള്ളതായിരുന്നു എതിർകക്ഷികളുടെ ചോദ്യം. മുരളീധരൻ വരില്ല എന്ന തരത്തിൽ പത്മജ വേണുഗോപാൽ അടക്കം പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോട് മാനസികമായി കെ മുരളീധരന് വിയോജിപ്പുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വം പാലക്കാട് സ്ഥാനാർത്ഥിത്വത്തിൽ പരിഗണിക്കാത്തതിൽ അദ്ദേഹത്തിന് നീരസമുണ്ട്. അതുകൊണ്ട് മുരളീധരൻ വരില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം വരെയുള്ള പ്രതികരണം. ഏതായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പാലക്കാട് കെ മുരളീധരൻ എത്തിയിരിക്കുന്നു. വലിയ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. യു.ഡി.എഫ് ക്യാമ്പിന് വലിയ ആവേശം പകരുന്ന തരത്തിലുള്ള പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെതിരെ, സിപിഎമ്മിനെതിരെ, ബിജെപിക്കെതിരെ, ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിനെതിരെയൊക്കെ വലിയ തരത്തിലുള്ള പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് വേദിയിലേക്ക് എത്തിയ ആളുകൾക്ക് കെ മുരളീധരൻ ആവേശം പകർന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ, ഷഫി പറമ്പിൽ ഉൾപ്പെടെ, വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുകൾക്കും ഒപ്പം പ്രചരണ പ്രവർത്തനങ്ങളുമായി സജീവമായി നിൽക്കുന്ന നേതാക്കൾക്കും യു.ഡി.എഫ് ക്യാമ്പിനാകെ ആവേശം പകർന്നു തന്നെയാണ് കെ മുരളീധരൻ മടങ്ങിയതെന്നുള്ളതിൽ സംശയമില്ല. എ.കെ. ബാലൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ ചിഹ്നം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പരാമർശം ഉൾപ്പെടെ എടുത്തുയർത്തിക്കൊണ്ടായിരുന്നു കെ മുരളീധരൻ പ്രസംഗിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയുടെ ചിഹ്നം നഷ്ടമാകുമോ, മരപ്പട്ടി ഉൾപ്പെടെയുള്ള ചിഹ്നങ്ങളിലേക്ക് പോകുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു എ.കെ. ബാലൻ. അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് അത് അങ്ങനെ തന്നെ ആയിരിക്കുന്നു. സ്റ്റെതസ്കോപ്പ് എന്ന് പറയാൻ പോലും പറ്റാത്ത, ചിഹ്നം പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ പാർട്ടി പ്രവർത്തകർ ഉണ്ട്. അങ്ങനെയുള്ളവർ ചേലക്കരയിലേക്കും തിരുവനന്തപുരത്തേക്കും വണ്ടി കയറി എന്നടക്കമുള്ള പരിഹാസവും മുരളീധരൻ ഉന്നയിച്ചു. ഒപ്പം കെ മുരളീധരന്റെ പേര് പാലക്കാട് DCC സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിച്ചിരുന്നു, AICCയോട് നിർദ്ദേശിച്ചിരുന്നു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. കത്ത് പുറത്തു വന്നതൊക്കെ വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അതിന് പരോക്ഷമായൊരു മറുപടി കൂടി കെ മുരളീധരൻ പറഞ്ഞിട്ടാണ് മടങ്ങിയത്. സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡും AICCയും അത്തരമൊരു തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാൽ മറ്റു ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് അത്തരം വിമർശനങ്ങളുടെ മുനകൂടി ഒടിച്ചിട്ടാണ് കെ മുരളീധരൻ ഇവിടെ നിന്ന് മടങ്ങിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും യു.ഡി.എഫ് ക്യാമ്പിന് വലിയ ആവേശം പകർന്നു തന്നെയാണ് മുരളീധരൻ മടങ്ങിയത്. തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപ്, വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് മുരളീധരൻ ഒരു തവണ കൂടെ മണ്ഡലത്തിലേക്ക് വരണമെന്നൊരു ആവശ്യം സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. മുരളീധരൻ പ്രസംഗിച്ച് മടങ്ങിയപ്പോൾ നേതാക്കളൊക്കെ പറഞ്ഞത് വലിയൊരു വെടിക്കെട്ടാണ് പാലക്കാട് നടന്നത്. ആ വെടിക്കെട്ടിനാണ് മുരളീധരൻ തിരികൊളുത്തിയതെന്ന് അടക്കമുള്ള പ്രതികരണങ്ങൾ നേതാക്കൾ നടത്തുകയും ചെയ്തു. ഏതായാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തിയാണ് പ്രവർത്തകരെ കയ്യിലെടുത്ത കെ മുരളീധരൻ മടങ്ങിയത്.